ഹായ് എവരി വൺ, വെൽക്കം ടു ദി കോഴ്സ്. ഈ ഒരു കോഴ്സിൽ നമ്മൾ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് HTML ആൻഡ് CSS ആണ്. നമുക്ക് HTML നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്ന എല്ലാ വെബ്സൈറ്റിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് HTML ആണ്. HTML യൂസ് ചെയ്തിട്ടാണ് ഒരു വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ കണ്ടൻറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വെബ്സൈറ്റിനകത്ത് ആദ്യം വരേണ്ടത് ഒരു ഇമേജ് ആണോ, ഇമേജിന് താഴെയായിട്ടൊരു ഹെഡിങ് ആണോ, ഹെഡിങ്ങിന് താഴെയായിട്ടൊരു പാരഗ്രാഫ് ആണോ, പാരഗ്രാഫിന് താഴെ ഒരു ടേബിൾ. ആ ഒരു സ്ട്രക്ചറിനെയും കണ്ടൻറ്റിനെയും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTML എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഈ ഒരു കോഴ്സിൻ്റെ എൻഡിലായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഫ്രം സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കോഴ്സിൽ നമ്മൾ ഒരുപാട് പ്രൊജക്റ്റും കുഞ്ഞു കുഞ്ഞു ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡോക്യുമെൻറ്റേഷൻ നോക്കിയിട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ HTML യൂസ് ചെയ്തിട്ട് ഒരു വെബ് പേജിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ HTMLൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ നോക്കിയിട്ടായിരിക്കും അത് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ CSS ആണെന്നുണ്ടെങ്കിലും CSS ചെയ്യുന്ന ടൈമിൽ CSSൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. റിയാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റിയാക്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ കോഴ്സിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ആസ് എ ഡെവലപ്പർ നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ് സെൽഫ് ലേണിംഗ് ക്യാപ്പബിലിറ്റി. സോ ഡോക്യുമെൻറ്റേഷൻ വായിച്ച് മനസ്സിലാക്കേണ്ട സ്കില്ല് നമ്മൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡോക്യുമെൻറ്റേഷൻ നോക്കിയിട്ടായിരിക്കും നമ്മളെല്ലാം ഈ ഒരു കോഴ്സിനകത്ത് ചെയ്യുന്നത്. സോ നമുക്ക് HTML സ്റ്റാർട്ട് ചെയ്യാം. സോ HTMLൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് MDN വെബ് ഡോക്സ് എന്ന് പറയുന്ന ഒരു സൈറ്റിനകത്ത് നമുക്ക് HTMLൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ അവൈലബിൾ ആണ്. സോ MDN വെബ് ഡോക്സ്, MDN സ്റ്റാൻഡ്സ് ഫോർ മോസില്ല ഡെവലപ്പർ നെറ്റ്വർക്ക്. മോസ്റ്റ് ഓഫ് ദി പ്രൊഫഷണൽ ഡെവലപ്പേഴ്സും HTML, CSS, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കുന്നത് ഈ ഒരു സൈറ്റിനകത്താണ്. സോ ഈ ഒരു MDN വെബ് ഡോക്സിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ HTML എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? HTMLൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഡോക്യുമെൻറ്റേഷനകത്ത് HTML യൂസ് ചെയ്ത് എങ്ങനെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാമെന്നും HTML അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സും എലമെൻറ്റ്സ് എല്ലാം നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റേഷനകത്ത് കാണാനായിട്ട് പറ്റും. ബട്ട് ആസ് എ ബിഗിനർ നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റേഷനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓവർവെൽമിംഗ് ആയിരിക്കും. കാരണം എല്ലാം വളരെ ഇൻഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആസ് എ ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് വേറൊരു ഡോക്യുമെൻറ്റേഷൻ നമുക്ക് യൂസ് ചെയ്യാം. W3 സ്കൂൾസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് നോക്കാം. സോ ഇതിനകത്തും HTMLൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് കുറച്ചും കൂടെ ബിഗിനർ ഫ്രണ്ട്ലിയും സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ HTMLൻ്റെ സെക്ഷൻ ഉണ്ട്. സോ HTMLൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്കൊരു HTML ഡോക്യുമെൻറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ നോക്കാം. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ HTML ഫയലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഈ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് ഡോക് ടൈപ്പ് HTML എന്ന് പറയുന്നൊരു കോഡാണ്. ഡോക് ടൈപ്പ് HTML കൊണ്ട് ഉദ്ദേശിക്കുന്നത് HTMLൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത് HTML5 ആണ്. സോ ഈ ഒരു HTML ഫയലിനെ ബ്രൗസർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബ്രൗസറിന് മനസ്സിലാവും, ഓക്കെ, ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലേറ്റസ്റ്റ് വെർഷനായ HTML5 യൂസ് ചെയ്തിട്ടാണ്. സോ ബ്രൗസറിന് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈ ഒരു HTML ഫയലിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കൊടുക്കേണ്ടത് ഡോക് ടൈപ്പ് HTML ആണ്. ഇനി ബാക്കി താഴെയുള്ള കോഡുകൾ നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് HTML ടാഗ് എന്താണെന്നുള്ളത് നോക്കാം. HTMLൽ എല്ലാം ഒരു ബ്രൗസറിനടുത്ത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നത് നമ്മളൊരു HTML ടാഗ് യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഒരു ആംഗിൾ ബ്രാക്കറ്റ്സിനകത്ത് ടാഗ് നെയിം കൊടുക്കണം. ഒരുപാട് ടാഗ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ആ ടാഗ് നെയിമിൻ്റെ ഈ ഒരു ടാഗിനെ നമ്മൾ ക്ലോസിംഗ് ടാഗ് എന്നും, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ലാഷ് ഇട്ടിട്ട് ആ ഒരു ടാഗിനെ അവിടെ ക്ലോസും ചെയ്യുന്നുണ്ട്. ഇതാണ് ക്ലോസിംഗ് ടാഗ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റാർട്ട് ടാഗിൻ്റെയും എൻഡ് ടാഗിൻ്റെ മിഡിലായിട്ടായിരിക്കും നമ്മൾ കണ്ടൻറ്റ് കൊടുക്കുന്നത്. പ്രാക്ടിക്കലി ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇതൊന്ന് പറഞ്ഞു പോകുന്നത്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HTML നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടാഗാണ് H1 എന്ന് പറയുന്ന ടാഗ്. ഈ H1 എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബ്രൗസറിനടുത്ത് പറയുന്നത് എനിക്ക് വെബ്സൈറ്റിനകത്ത് ഒരു ഹെഡിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം H1 എന്ന് പറയുന്ന ടാഗിനെ അവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ്സിനകത്ത് ടാഗ് നെയിം കൊടുത്താൽ മതി. അതിനുശേഷം എനിക്ക് ബ്രൗസറിൽ ഡിസ്പ്ലേ ആവേണ്ട കണ്ടൻറ്റിനെ ഞാൻ കൊടുത്തു. ഇനി ആ കണ്ടൻറ്റ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം? ആ ഒരു ഹെഡിങ്ങിനെ നമുക്ക് ക്ലോസ് ചെയ്യണം അല്ലേ? സോ അതിനായിട്ട് വീണ്ടും ടാഗ് നെയിം കൊടുക്കുക. ക്ലോസിംഗ് ടാഗിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് സ്ലാഷ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്ലോസ് ചെയ്യേണ്ടത്. സോ ഇത് സ്റ്റാർട്ട് ടാഗ്, അതിനകത്ത് നമ്മൾ കണ്ടൻറ്റ് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? ആ ഒരു ടാഗിനെ നമ്മളിവിടെ ക്ലോസ് ചെയ്തു. HTMLൽ എല്ലാം നമ്മൾ ടാഗ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? വെബ്സൈറ്റിനെ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ബേസിക് സ്ട്രക്ചറിലോട്ട് പോകാം. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് സ്ട്രക്ചറിൽ ഒരു HTML ഫയലിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഡോക് ടൈപ്പ് HTML ആണെന്ന് പറഞ്ഞല്ലേ? ആ ഡോക് ടൈപ്പ് HTML താഴെ നമ്മൾ HTML എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്യണം. നിങ്ങളിവിടെ ഈ ഒരു ഡെമോയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ HTML എന്ന് പറയുന്ന ടാഗിനെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ വെബ്സൈറ്റിനകത്ത് എന്തൊക്കെ കണ്ടൻറ്റ് വരുന്നുണ്ടോ അതെല്ലാം നമ്മൾ കൊടുക്കേണ്ടതാണ് ഈ ഒരു HTMLൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് ക്ലോസിംഗ് ടാഗിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ വെബ്സൈറ്റിനകത്ത് വരുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു ടാഗിനകത്താണ് കൊടുക്കേണ്ടത്. ദെൻ ഈ ഒരു HTML എന്ന് പറയുന്ന ടാഗിനകത്ത് വരുന്ന രണ്ട് മെയിൻ ടാഗാണ്.
ഒന്ന് ഹെഡും അതുപോലെ തന്നെ ബോഡിയും. ഈ ഒരു ഹെഡ് ടാഗ് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബോഡി ടാഗ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ആവേണ്ട എല്ലാ കണ്ടൻറ്റും നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ബോഡി ടാഗിനകത്താണ്. നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ടാഗിനെ ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ആ ബോഡി ടാഗ് എവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്? HTML ക്ലോസ് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ബോഡി ടാഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബോഡി ടാഗിനകത്താണ് നമ്മുടെ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ആവേണ്ട കണ്ടൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ബോഡി ടാഗിനകത്താണ്. സോ H1 എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഹെഡിങ്ങിനെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലേ. സോ ബോഡി ടാഗിനകത്ത് ഇവിടെ H1 എന്ന് പറയുന്ന ടാഗ് കൊടുത്ത് ഓപ്പൺ ചെയ്തു. അതിനകത്ത് നമ്മുടെ ഹെഡിങ്, ദെൻ ആ ഒരു ടാഗിനെ അവിടെ ക്ലോസ് ചെയ്തു. ദെൻ അതിന് താഴെയായിട്ട് ഒരു P ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. P ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പാരഗ്രാഫ്. സോ നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമുക്കൊരു പാരഗ്രാഫോ ഒരു ടെക്സ്റ്റോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? P ടാഗിനകത്താണ് ആ ഒരു ടെക്സ്റ്റ് കൊടുക്കേണ്ടത്. സോ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ P ടാഗ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമ്മുടെ പാരഗ്രാഫിൻ്റെ കണ്ടൻറ്റ്, ദെൻ പാരഗ്രാഫ് തീർന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു P ടാഗിനെ ക്ലോസ് ചെയ്യണം. ബേസിക് സ്ട്രക്ചർ ഒന്നും കൂടെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ താഴെയായിട്ട് സ്ട്രക്ചർ കുറച്ചും കൂടെ വിഷ്വലി കാണാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് HTML ടാഗിനെ ഓപ്പൺ ചെയ്യണം. ഏറ്റവും താഴെയായിട്ട് HTML ടാഗിനെ ക്ലോസ് ചെയ്തു. ആ HTML ടാഗിനകത്ത് വരുന്ന 2 മെയിൻ ടാഗാണ്, ഒന്ന് ഹെഡും അതുപോലെ തന്നെ ബോഡി ടാഗിനകത്താണ് എന്ത് കൊടുക്കേണ്ടത്? ബ്രൗസറിൽ ഡിസ്പ്ലേ ആവേണ്ട കണ്ടന്റ് കൊടുക്കേണ്ടത്. ദെൻ ഈ ഒരു HTML ഫയലിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഹെഡ് ടാഗിനകത്താണ്. സോ ഇവിടെ ഹെഡ് ടാഗിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. അതിനകത്ത് പേജ് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു കണ്ടന്റ്, ആ ഒരു ടൈറ്റിൽ ടാഗിനെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ടൈറ്റിൽ വരുന്ന എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൻ്റെ ടാബിനകത്താണ് എന്ത് വരുന്നത്? നമ്മൾ ഈ ടൈറ്റിലിനകത്ത് കൊടുക്കുന്ന ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവുന്നത്. സോ നമ്മൾ എന്താണ് ഈ ഒരു ഹെഡ് ടാഗിനകത്ത് നമ്മൾ കൊടുക്കുന്നത്? ബ്രൗസറിൽ ഡിസ്പ്ലേ ആവേണ്ട കണ്ടന്റ് അല്ല, ഈ ഒരു HTML ഫയലിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്. ഇനി നമുക്ക് തിയറി മാറ്റിയിട്ട് നമുക്ക് പ്രാക്ടിക്കലി ഒരു വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇവിടെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഫുൾ ഒന്ന് വായിച്ച് നോക്കണം. ഇവിടെ തന്നെ HTMLും ഹെഡും ടൈറ്റിലും എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് കോഡ് എഴുതാനായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു കോഡ് എഡിറ്റർ വേണം അല്ലേ. മാർക്കറ്റിൽ ഒരുപാട് കോഡ് എഡിറ്റേഴ്സ് അവൈലബിൾ ആണ്. ബട്ട് വെബ് ഡെവലപ്പേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കോഡ് എഡിറ്റർ എന്ന് പറയുന്നത് VS Code ആണ്. സോ VS Code. സോ code.visualstudio.com എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം വെബ് ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ OS ഏതാണ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണം. ഓക്കെ, ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ സിസ്റ്റത്തിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾഡ് ആണ്. സോ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുന്നു. ഓൾറെഡി ഉള്ളൊരു പ്രൊജക്റ്റാണ് അവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്കൊരു പുതിയ വിൻഡോ ക്രിയേറ്റ് ചെയ്യാം. സോ ന്യൂ വിൻഡോ. ഓക്കെ, VS Code നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആവുന്നത്. ദെൻ ഇതിനകത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു വെബ്സൈറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലേ. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു വെബ്സൈറ്റിൻ്റെ ഫയൽസിനൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ഡെസ്ക്ടോപ്പിൽ മൈ ഫസ്റ്റ് വെബ് പേജ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഈ ഒരു ഫോൾഡറിനകത്താണ് എനിക്ക് HTML ഫയലും ആ ഒരു വെബ്സൈറ്റിൻ്റെ ഇമേജസൊക്കെ ഞാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഈ ഒരു ഫോൾഡറിലല്ലേ നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. സോ ഈ ഒരു ഫോൾഡറിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? VS Codeനകത്ത് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനായിട്ട് ഒന്നും കൂടെ VS Code ഓപ്പൺ ചെയ്യാം. ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ VS Codeൽ സൈഡിൽ കുറച്ച് ടാബ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. ഈ ടാബ്സിനകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് എക്സ്പ്ലോററാണ്. നമ്മൾ കറൻ്റ്ലി VS Codeനകത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫോൾഡറിൻ്റെ പേരും അതിനകത്തുള്ള ഫയൽസൊക്കെ ഡിസ്പ്ലേ ആവുന്നത് ഈ ഒരു എക്സ്പ്ലോറർ എന്ന് പറയുന്ന ടാബിനകത്താണ്. സോ ഒരു ഫോൾഡറിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? പല രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോററിനകത്ത് എന്തായിട്ടുണ്ട്? മൈ ഫസ്റ്റ് വെബ് പേജ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ പേര് അവിടെ കാണിക്കുന്നുണ്ട്. അതിനർത്ഥം VS Codeനകത്ത് കറൻ്റ്ലി നമ്മുടെ ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ട്. ദെൻ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അല്ലാതെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു ഫയലിൽ വന്നിട്ട് ഓപ്പൺ ഫോൾഡർ കൊടുത്ത് നമുക്ക് ഏത് ഫോൾഡറാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡർ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ ചെയ്യാം. സോ കറൻ്റ്ലി ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫോൾഡർ എന്ന് പറയുന്നത് ഈ ഒരു ഫോൾഡറാണ്. സോ ഇതിനകത്ത് എനിക്ക് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യണം. സോ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ഫയലും ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതിനകത്തൊരു ഫോൾഡറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ന്യൂ ഫോൾഡർ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ മൈ ഫസ്റ്റ് വെബ് പേജിനകത്ത് ഫോൾഡർ എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കറൻ്റ് നമുക്കത് ആവശ്യമില്ല. സോ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇത് നമുക്കൊരു ഫയലാണല്ലേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐക്കണും എന്തുണ്ട്? ഇവിടെയുണ്ട്. സോ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്ത്
ഞാനൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യം ഫയലിൻ്റെ പേര് കൊടുത്തു. ദെൻ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .html ആണ്. സോ .html ആ ഒരു ഫയൽ നെയിമിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ആവും. ദെൻ ഹിറ്റ് എൻ്റർ. സോ ഇവിടെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇതിനകത്ത് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഡോക് ടൈപ്പ് HTML ആണല്ലേ. ഡോക് ടൈപ്പ് HTML എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു HTML5 ഡോക്യുമെൻ്റ് ആണെന്ന് ബ്രൗസറിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബ്രൗസറിന് ഈ ഒരു ഫയലിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇതിനകത്ത് നമ്മൾ രണ്ടാമത് കൊടുക്കേണ്ടത്, നമ്മൾ ഇതിന് താഴെയായിട്ട് ഓപ്പൺ ചെയ്യേണ്ടത് ഒരു HTML ടാഗ് ആണല്ലേ. സോ HTML ടാഗിനെ ഞാൻ അവിടെ ഓപ്പൺ ചെയ്തു. ദെൻ അതിന് HTML ടാഗിനകത്ത് വരുന്ന രണ്ട് മെയിൻ ടാഗാണ്. ഒന്ന് ഹെഡും അതുപോലെ തന്നെ ബോഡിയും. ബോഡിക്കകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബ്രൗസറിൽ ഡിസ്പ്ലേ ആവേണ്ട കണ്ടൻറ്റിനെ നമ്മൾ കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ ഒരു H1 ടാഗ് ഓപ്പൺ ചെയ്തു. നമുക്ക് ടെക്സ്റ്റ് ആസ് ഓൾവേസ് ഹലോ വേൾഡ് എന്ന് കൊടുക്കാം. ദെൻ ഇതിന് താഴെയായിട്ട് അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഈ ഒരു ഹെഡിങ്ങിന് ആദ്യം നമുക്കൊന്ന് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാം. ദെൻ ഈ ഒരു HTML ഫയലിനെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, സിംപ്ലി നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്താൽ മതിയാവും. സോ .html കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇത് ഡയറക്റ്റ് ബ്രൗസറിലായിരിക്കും അവിടെ ഓപ്പൺ ആവുന്നത്. സോ ഞാൻ അവിടെ കൊടുത്ത ടെക്സ്റ്റ് എന്തായിട്ടുണ്ട്, നമ്മുടെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി എനിക്കൊരു പാരഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു H1 ടാഗിനെ ഞാൻ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഹെഡിങ് കഴിഞ്ഞു. ഇനി ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് P ടാഗ് ഓപ്പൺ ചെയ്തു. ദെൻ ദിസ് ഈസ് എ പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, സ്പെല്ലിങ് ഓക്കെ എന്തെങ്കിലും ആവട്ടെ, ഒരു പാരഗ്രാഫ് കൊടുത്തു. ഇനി അത് ബ്രൗസറിൽ കറൻ്റ്ലി അവിടെ വന്നിട്ടില്ല. എന്ത് ചെയ്യണം, ആ ഒരു HTML ഫയലിനെ അല്ലെങ്കിൽ ഒരു പേജിനെ ഒന്നും കൂടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പാരഗ്രാഫ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. സോ ബോഡി ടാഗിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടൻറ്റ് കൊടുക്കേണ്ടത്. സോ കറൻ്റ്ലി നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ടാബിനകത്ത് എന്താണ് വന്നിട്ടുള്ളത്, index.html എന്ന് പറഞ്ഞിട്ടാണല്ലേ വന്നിട്ടുള്ളത്. സോ അത് മാറ്റിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ കസ്റ്റമായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഹെഡ് ടാഗിനകത്താണ്. സോ ഹെഡ് ടാഗിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, ഈ ഒരു ഹെഡ് ടാഗിനകത്ത് കൊടുക്കുന്നത്. കറൻ്റ്ലി നമുക്ക് ടൈറ്റിൽ മാത്രം നോക്കാം. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പ്രൊജക്റ്റും ടാസ്കുകളൊക്കെ ചെയ്തു പോകുന്ന സമയത്ത് ടൈറ്റിലിനകത്ത് വരുന്ന വേറെ ടാഗ്സും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. സോ എന്തായാലും നമ്മളിപ്പോൾ നോക്കുന്നത് എന്താണ്, ഒരു HTML ഫയലിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണല്ലേ നമ്മൾ നോക്കുന്നത്. സോ ഹെഡ് ടാഗിനകത്ത് ടൈറ്റിൽ കൊടുക്കാം. ഇനി നമുക്കൊന്നും കൂടെ പേജ് റിഫ്രഷ് ചെയ്യാം. സോ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടൈറ്റിലിനകത്ത് കൊടുത്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ വന്നിട്ടുള്ളത്, ഈ ഒരു ടാബിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കിവിടെ നോക്കുകയാണെന്ന് ചില വെബ്സൈറ്റൊക്കെ എടുക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഞാൻ ഉടമ എടുക്കാം. ഉടമ എടുക്കുന്ന ടൈമിൽ എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ടെക്സ്റ്റും വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു ഐക്കണും കാണിക്കുന്നുണ്ടല്ലേ. സോ ഈ ഒരു ഐക്കൺ നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്, ഈ ഒരു HTML ഫയലിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻ ആണല്ലേ. സോ അതെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഹെഡ് ടാഗിനകത്തായിരിക്കും. ദെൻ അങ്ങനെ ഒരു ഐക്കൺ കൊണ്ടുവരുന്നതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഞാൻ ആദ്യം കാണിച്ചു തരാം. സോ HTML പോയിട്ട് ആ ഒരു ടാബ്, നമ്മുടെ ബ്രൗസറിൻ്റെ ടാബിനകത്ത് കാണിക്കുന്ന ആ ഒരു ഐക്കണിനെ പറയുന്നത് ഫാവ് ഐക്കൺ എന്നാണ്. സോ ഇവിടെ HTML5 ഐക്കണിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാവ് ഐക്കൺ എങ്ങനെ ഒരു HTML ഫയലിനകത്തോട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ ഇതുപോലെ നമുക്ക് റിക്വയർമെൻറ്റ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഡോക്യുമെൻറ്റേഷനകത്ത് പോയി നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഫാവ് ഐക്കണൊക്കെ ആഡ് ചെയ്യുന്നത് കുറച്ച് അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഞാൻ ഡോക്യുമെൻറ്റേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചെയ്തു പോകുന്നതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും കൂടെ ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ബട്ട് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് ആ ഒരു കറക്റ്റ് വർക്കിംഗ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോയുടെ കൂടെ നിങ്ങൾ എൻ്റെ കൂടെ ചെയ്ത് വരണം. നിങ്ങൾ എൻ്റെ കൂടെ ഇതുവരെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്കെല്ലാം ഇതുപോലെ ആയിരിക്കും കിടക്കുന്നത്. ടെക്സ്റ്റ് ഫോർമാറ്റ് ആവാതെ കോഡെല്ലാം ഒരേ ലൈനിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. സോ ഇവിടെ കോഡ് ഫോർമാറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സ്റ്റൻഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റൻഷൻസും കുറച്ച് പുതിയ HTML എലമെൻറ്റ്സും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ അതിന് മുമ്പായിട്ട് ഒരു HTML എലമെൻറ്റ് എന്താണെന്നുള്ളതും കൂടെ പറയേണ്ടതായിട്ടുണ്ട്. ആൻ HTML എലമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ എ സ്റ്റാർട്ട് ടാഗ്, സം കണ്ടൻറ്റ് ആൻഡ് ആൻ എൻഡ് ടാഗ്. ഇതിനെ മൊത്തത്തിലാണ് എന്ത് പറയുന്നത്, ഒരു HTML എലമെൻറ്റ് എന്ന് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു HTML എലമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രൗസറിനടുത്ത് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ നോക്കി, HTML എന്താണെന്നുള്ളത് നോക്കി, വെബ് ഡെവലപ്മെൻറ്റിൽ HTMLൻ്റെ റോൾ എന്താണെന്നുള്ളത് നോക്കി,
എങ്ങനെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാമെന്നും ഒരു HTML ഫയലിൻ്റെ ബേസിക് സ്ട്രക്ചറും എങ്ങനെ ഒരു HTML ഫയലിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ HTMLൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ സൈറ്റും W3 സ്കൂൾസൊക്കെ നോക്കി. സോ ഇതെല്ലാം എന്ത് ചെയ്യണം, ആസ് എ ബിഗിനർ നിങ്ങളതെല്ലാം വായിച്ചു പോകണം. പറ്റുമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ അതിന് താഴെയുള്ള കണ്ടൻസ് ഒക്കെ വായിച്ച് നോക്കാവുന്നതാണ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിനി പുതിയ കുറച്ച് HTML എലമെൻസിനെയും അതുപോലെ തന്നെ VS Code എക്സ്റ്റൻഷൻസും നമുക്ക് നോക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.